മറ്റ് എല്ലാ ദൈവദാസന്മാർക്കും സകല വിശുദ്ധന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ആഴമുള്ള യോർദാൻ്റെ ആക്കമുള്ള അലകൾ അടിച്ചു തകർത്ത തീരങ്ങളിൽ ആർത്തിരമ്പിയ വിദഗ്ധ ശബ്ദത്തിൻ്റെ മാറ്റുലിയായി, പുതിയ നിയമത്തിൻ്റെ സന്ദേശവാഹകരായി യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും സാക്ഷികളുമായി കാരുണ്യവാനായ ദൈവം നമ്മെ നിർത്തിയ കൃപകളെ ഓർക്കുമ്പോൾ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നമിക്കുകയാണ്. കാലാധീനതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ മകനായി ഈ കാലത്തിലേക്ക് കാലെടുത്തു വെച്ച, എന്നാൽ പറഞ്ഞാൽ ആദിയിലുണ്ടായിരുന്ന, ദൈവത്തോട് കൂടെയായിരുന്ന, ദൈവമായിരുന്ന, വചനമായിരുന്ന യേശു ക്രിസ്തു ജഡമായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മേരി നന്ദനനായി ബേത്ലഹേമിൽ പിറന്ന യേശു ജന്മനാളിൽ തനിക്ക് കിടക്കാൻ വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ പശുത്തൊട്ടിയിലാണ് കിടത്തപ്പെട്ടത്. പട്ടിനുള്ള സകല മൂലവസ്തുക്കളും നിർമ്മിച്ചത് അവനാണെങ്കിലും കീറ്റുശീലകൾ കൊണ്ടാണ് പൊതിയപ്പെട്ടത്. നാടുവാഴിയുടെ വധഭീഷണിയെ മറികടക്കാനായി വീട് വിട്ട് മിസ്രൈമിലേക്ക് പലായനം ചെയ്യപ്പെട്ട, പിൽക്കാലത്ത് ദൈവം തൻ്റെ മകനെ വിളിച്ചു വരുത്തി നസ്രായൻ എന്ന് വിളിക്കപ്പെടത്തക്ക നിലയിൽ നസറേത്തിൽ പാർപ്പിച്ചു. 30 വർഷത്തോളം അവിടെ വളർന്നു ജീവിച്ചു. കാലത്തിൻ്റെ കാലൂഷ്യങ്ങൾ കണിക പോലും കേൾപ്പിച്ചില്ല. തുടർന്ന് 3.5 കൊല്ലം തൻ്റെ പരസ്യ പ്രവർത്തന കാലം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി യേശു സമൂഹത്തിലേക്ക് ഇറങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന സന്ദേശവുമായിട്ടാണ് യേശു എത്തിയത്. തൻ്റെ അടുക്കൽ വന്ന രോഗികളെ അവൻ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു, വിശക്കുന്നവർക്ക് യേശു ആഹാരം നൽകി. തിന്മകൾ നേരിട്ട ആളുകൾ, സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ട സമൂഹം, അധ്വാനിക്കുന്ന ജനങ്ങൾ, ഭാരം ചുമക്കുന്നവർ, അവരെ യേശു അരികിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞു. സമൂഹത്തിൽ നിലനിന്ന, പണമുയർത്തി നിന്ന മൃഗീയ വാസനകളെ തൻ്റെ സദ്വചനങ്ങളാൽ അമർച്ച ചെയ്ത് ലോകത്തിൻ്റെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകേണ്ടതിന്, പരിഹാരമാകേണ്ടതിന് കാൽവറിയിലെ ക്രൂശിൽ കള്ളന്മാരുടെ നടുവിൽ കാരിരുമ്പാണികളാൽ ക്രൂശിക്കപ്പെട്ട, കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് കനത്ത കാവൽ ശക്തിയെയും കനത്തുറ്റ മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് കരുത്തോടെ 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലത്വം, അവൻ്റെ സാക്ഷ്യമാണ് നമുക്ക് ഇന്ന് നിർവഹിക്കാനുള്ളത്. സാക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം നാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചതോ സാഹചര്യങ്ങൾ കൊണ്ട് ഗ്രഹിച്ചതോ ദൃക്സാക്ഷികളോ ആയിത്തീർന്ന കാര്യങ്ങൾ, നമ്മുടെ ബോധ്യത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ധാരണയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള വിശേഷമായ കഴിവാണ് സാക്ഷിയാവുക എന്നത്. ജീവിതത്തിൽ നമ്മുടെ മുൻഗാമികളായ അപ്പോസ്തലന്മാർ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൂടെ നിന്ന് തൊട്ടറിഞ്ഞതുമായ ദൃക്സാക്ഷികൾ, അവരിൽ നിന്ന് വരമൊഴിയായി വാമൊഴിയായി നമുക്ക് കിട്ടിയതും സാഹചര്യങ്ങളാൽ നമുക്ക് ഉറപ്പിച്ചു കിട്ടിയതുമായ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാൻ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് തൻ്റെ കൃപയാൽ നിയോഗിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാർ ആത്മശക്തിയോടെ ലോകത്തെമ്പാടും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി. 1-ാം നൂറ്റാണ്ടിൽ ഏകദേശം AD 52
തോമസ് അപ്പോസ്തലൻ ഭാരത മണ്ണിൽ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി. ആദിമ സാക്ഷികളായ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അവരിൽ പലരും പിൽക്കാലത്ത് ജീവിതം രക്തസാക്ഷിത്വത്തിനായി സമർപ്പിച്ചു. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കേണ്ടി വന്നു. അപ്പോസ്തലനായ യാക്കോബ് വാൾ കൊണ്ട് അറുക്കപ്പെട്ടു. അപ്പോസ്തലന്മാർ ഓരോരുത്തരായി എങ്ങനെ കൊല്ലപ്പെട്ടു. എന്നിട്ടും അവർ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി. 18, 19 നൂറ്റാണ്ടുകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ മനുഷ്യരിൽ അനേകർ മിഷണറിമാരായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി. നമ്മുടെ ഭാരത മണ്ണിൽ, കേരളത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷത്തിൻ്റെ വക്താക്കളായി. ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയിൽ കഴിഞ്ഞ കാലങ്ങൾ നേതൃത്വം നൽകിയ ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്നും നമ്മെയും നമ്മുടെ സഹപ്രവർത്തകരെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനാൽ ശക്തീകരിച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളാകുവാൻ നിർത്തിയിരിക്കുന്നു. ആ ആത്മാവിൽ ഇന്ന് ഞാൻ യേശു ക്രിസ്തു ലോകരക്ഷിതാവെന്ന്, ദൈവപുത്രനെന്ന് വ്യക്തിപരമായി എൻ്റെയും രക്ഷിതാവും കർത്താവും ദൈവവുമെന്ന് ഉച്ചൈസ്തരം സാക്ഷിച്ചുകൊണ്ട്